ഇനി ഞാൻ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് നമ്മുടെ ജീവിതത്തിൽ അറിയുന്നു. അപ്പം ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രിയപ്പെട്ടവരോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ കൊളീഗ്സിനോട്, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭർത്താവിനോട് ഒക്കെ ഈ വിശേഷം ചെന്ന് പറയുമല്ലോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കേൾക്കുന്ന ഉടൻ തന്നെ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അവസ്ഥയാണോ എന്നുള്ളത്. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് എൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ ഭയങ്കര കോമഡി രംഗങ്ങളായിരുന്നു. ഞാൻ ആദ്യത്തെ ആളിൽ നിന്ന് തുടങ്ങാം. അതായത് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വളരെ പ്ലാൻ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു എൻ്റെ പീരിയഡ്സിൻ്റെ ഡേറ്റ് എന്നാണ്. അപ്പോൾ ആ ഡേറ്റിൽ പീരിയഡ്സ് വരുന്നില്ല എന്ന് കാണുമ്പോൾ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി കിറ്റൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ എഴുന്നേൽക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നു പോസിറ്റീവ് ആണെന്ന്. അപ്പം ഞാൻ വളരെ എന്താ പറയുക, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് എന്ന് പറയാണ്, ജീവ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങളുടെ വീട്ടിൽ മെയ്ഡ് വരാത്തത് കൊണ്ട് സ്വന്തമായി നിന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിനോടാണ് ഞാൻ ഈ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ വിഷ്വലൊന്നും എടുത്ത് വെക്കാൻ പറ്റിയില്ല. തിരിഞ്ഞു നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ച് വീണ്ടും പോയി പാത്രം കഴുകാൻ പോയ ഭർത്താവായിരുന്നു ആദ്യത്തെ ഈ കഥയിലെ നായകൻ.